പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന വാർത്തയാണ്. ISL 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു ക്വാമി പെപ്ര. ആദ്യ കുറച്ച് മത്സരങ്ങളിൽ താരം മോശം പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് മികച്ച ഫോമിലേക്ക് വന്ന ഒരു താരം കൂടിയാണ് പെപ്ര. എന്നാൽ സൂപ്പർ കപ്പ് മത്സരത്തിനിടയിലാണ് പെപ്രയ്ക്ക് പരിക്കേൽക്കുന്നത്. പെപ്ര പോയത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നൽകിയ ഒരു കാര്യം കൂടിയായിരുന്നു. ഇപ്പോൾ ഗോളിന്റെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പെപ്പറുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടെർമിനേറ്റ് ചെയ്തേക്കുമെന്നൊക്കെയാണ്. മാത്രമല്ല അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ പെപ്പറ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ഗോളിന്റെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 12 മത്സരങ്ങളോളമാണ് പെപ്പറ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 2 ഗോളുകളും ഒരു അസിസ്റ്റ് നേടാനായിട്ട് പെപ്പറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ക്വാമി പെപ്പറയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ശക്തമായ റൂമറുകൾ ഉണ്ടായിരുന്ന ഒരു താരമാണ് നോവ സദാവി. ഈ ഒരു സീസൺ കഴിയുന്നതോടെ നോവ സദാവി FC ഗോവ ക്ലബ്ബ് വിടുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. FC ഗോവയുടെ മത്സരങ്ങളെല്ലാം കഴിയുന്നതോടെ നോവ സദാവി കേരളയിൽ വിസിറ്റ് ചെയ്യുമെന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ നോവ സദാവി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്നെ കളിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. മാർക്കസ് മെർഗ്ലാവ് അടക്കമുള്ള റിപ്പോർട്ടേഴ്സൊക്കെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നോവ സദാവി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള വാർത്ത സത്യം തന്നെ. അടുത്ത സീസണിൽ നോവ സദാവി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ഈ ഒരു സീസണിൽ തന്നെ FC ഗോവയ്ക്ക് വേണ്ടി മികച്ച ഫോമിലാണ് നോവ സദാവി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ഗോളുകളും അസിസ്റ്റുകളും ഈ ഒരു സീസണിൽ നോവ സദാവിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.